CBSE 2026-27 ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു എക്സാമ്പിളിലൂടെയാണ് നമ്മൾ ഏത് തരം സ്ട്രാറ്റജിയാണ് എക്സാമിന് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ദി വാല്യൂ ഓഫ് പി ഫോർ വിച്ച് ദി റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² - px + 6 = 0 ആർ റാഷണൽ. ഇതിന് നമുക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ 1 ആണ്, ഓപ്ഷൻ ബി -5, ഓപ്ഷൻ സി 25, ഓപ്ഷൻ ഡി √5. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2026, അതായത് ഇപ്പോൾ കഴിഞ്ഞ ബോർഡ് എക്സാം മാത്സിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 100% കോമ്പീറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം പുതിയ CBSEയുടെ എക്സാം എന്ന് പറയുന്നത് കോമ്പീറ്റൻസി ബേസ്ഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം 80% എന്താണ് കോമ്പീറ്റൻസി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്, -b +or -√b² - 4ac/2 എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. കുട്ടികളെല്ലാം ആദ്യം എന്ത് ചെയ്യും, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യും. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് -b എന്ന് പറയുന്ന എക്സിൻ്റെ കൂടെ കിടക്കുന്ന ആളാണ്. അവിടെ -p ആയതുകൊണ്ട് അതെന്തായി, അത് ഈ പറയുന്ന പോലെ +p ഉണ്ട്. അപ്പോൾ നമ്മൾ √b² - 4ac കണ്ടുപിടിക്കുക. അപ്പോൾ എന്താണ്, √p² - 4 × a എന്ന് പറയുന്ന x² കൂടെ കിടക്കുന്ന ആൾ 1 ആണ്, c എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, p² - 24 എന്ന് വന്ന് കിടക്കും. അപ്പോൾ ഇവിടെ കൊണ്ട് ആൻസർ തീരും, അല്ലാതെ വേറെ ഒന്നും തന്നിട്ടില്ല. നമുക്ക് ആകെ അറിയാവുന്നത് ഇതിൻ്റെ റൂട്ട്സ് റാഷണൽ ആണെന്ന് മാത്രമാണ്. റാഷണൽ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ആകെ p/q ഫോമിൽ എഴുതാം. p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സാണ് റാഷണൽ. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ട്രഡീഷണൽ അല്ലെങ്കിൽ കൺവെൻഷൻ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടങ്ങ് കിടക്കും. ശരിക്കും ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തിരിക്കുക, ഇതിൻ്റെ റൂട്ട്സ് റാഷണൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഈ റൂട്ടിനകത്ത് ഈ ഡിസ്ക്രിമിനൻ്റ് അല്ലെങ്കിൽ ഈ √b² - 4ac എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, ഒരു പെർഫെക്റ്റ് സ്ക്വയർ വാല്യൂ ആയിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, റാഷണൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ട് സ്റ്റക്കായി നിൽക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഒരു സ്മാർട്ട് വർക്ക് അപ്ലൈ ചെയ്യുക, അല്ലേ? എല്ലാവരും സ്മാർട്ട് വർക്ക് ചെയ്യണം, അല്ലെ കോമ്പറ്റൻസി ബേസ്ഡ് ആണ്. എല്ലാവരും എന്ത് പറയും, സ്മാർട്ട് വർക്ക് ചെയ്യണമെന്ന് പറയും. പക്ഷേ എന്താണ് ഈ സ്മാർട്ട് വർക്ക് എന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് സ്മാർട്ട് വർക്കിൽ ഒരെണ്ണം, ഒരുപാട് സ്മാർട്ട് വർക്കുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ ഒരു സ്മാർട്ട് വർക്കാണെന്ന് പറയുന്നത് നമുക്ക് ഈ ഉത്തരം ഓപ്ഷനിൽ നിന്ന് പിക്ക് ചെയ്യണം. കാരണം നമുക്ക് ഈ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഉത്തരം, അല്ലേ? ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആൻസർ ഓപ്ഷനിൽ നിന്ന് പിക്ക് ചെയ്യുകയാണ്. അതായത് നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പിക്ക് നമ്മൾ 1 ഇട്ട് കൊടുക്കുക. കാരണം പിയുടെ വാല്യൂ അല്ലേ ചോദിച്ചിരിക്കുന്നത്, പി നമുക്ക് 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്തായി, x² - x + 6 എന്നാവും. കാരണം പി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ x എന്നാവും, x × 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പോൾ ഇവിടുത്തെ -b എന്ന് പറയുമ്പോൾ എത്രയാവും, അല്ലെങ്കിൽ b², b എന്ന് പറഞ്ഞാൽ എത്രയായി, ഈ പറഞ്ഞ -1 ആയി. അപ്പോൾ അതിൻ്റെ സ്ക്വയർ, അപ്പോൾ 1² - 4ac 24 തന്നെയാണ്. അപ്പോൾ ഇതെന്ത് കിട്ടും, √-23 എന്ന് വരും. അപ്പോൾ ഇതൊരിക്കലും എന്തല്ല, √-23 എന്നൊരു കോംപ്ലക്സ് നമ്പറാണ്. ഇതൊരിക്കലും എന്തല്ല, റാഷണൽ അല്ല, p/q ഫോമിൽ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഉത്തരം തെറ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത്തെ ഓപ്ഷൻ ഇട്ട് കൊടുക്കുക. പിക്ക് എന്തിട്ട് കൊടുത്തു, -5 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, മൈനസ് ഇവിടെ ആകുമ്പോൾ എന്തായി, അത് +5 എന്നായി. അപ്പോൾ 5² - എന്തായി, 4ac 24 തന്നെയാണ്. അപ്പോൾ അത് എത്ര വന്നു, അത് നമുക്ക് √1 എന്ന് വരും. കാരണം 25 - 24 അല്ലെങ്കിൽ 25 - 24 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ √1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെ എത്രയാണ്, 1 ആണ്. 1 എന്ന് പറയുന്നത് നമുക്കറിയാതെ എന്താണ്, ഒരു റാഷണൽ നമ്പർ, p/q ഫോമിൽ എഴുതാം. അപ്പോൾ എന്തായി, നമുക്കിവിടെ കിട്ടിയ ഉത്തരം. കാരണം എന്താണ്, നമുക്ക് ഈ പറയുന്ന റൂട്ടിനകത്ത് വരുന്ന എക്സാക്ട് റൂട്ട് കിട്ടി നമുക്ക് ഉത്തരം, അല്ലേ? എക്സാക്ട് നമുക്ക് റൂട്ട് കിട്ടി. അപ്പോൾ നോക്കി, √1 എന്നാണ് ഉത്തരം. √1 എന്ന് പറയുന്നത് നമുക്കറിയാം 1 ആണ്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. കാരണം എന്താണ്, ഇനിയിപ്പം -b +or - ഏത് വന്നാലും കുഴപ്പമില്ല. കാരണം √b² - 4ac എന്ന് പറയുന്നത് എന്തായി, 1 എന്ന് കിട്ടി. അപ്പോൾ എന്തായാലും നമ്മൾ ഉത്തരം എന്തായിരിക്കും, ഓപ്ഷൻ ബി ആയിരിക്കും, -5 ആയിരിക്കും. ഇനി ബാക്കിയുള്ള 2 ഓപ്ഷൻ നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇട്ട് കൊടുത്താലും കിട്ടത്തില്ല. കാരണം ഇതിൽ ഒരു ഉത്തരവായിരിക്കും എന്ത് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയാം. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം പിക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഉത്തരം പിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ആ ക്വസ്റ്റ്യൻ ഇട്ട് ആർക്കറിയാം, മനസ്സിലായില്ലേ? അല്ല നമ്മൾ ഈ b² - 4ac ചെയ്ത് ഈ പറയുന്ന പോലെ സാധാരണ ട്രഡീഷണൽ മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വെച്ച് എന്ത് ഈ ഉത്തരം നീക്കി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സ്മാർട്ട് വർക്കാണ്. ആ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നതാണ് എന്ത്, നമ്മൾ ഈ ഓപ്ഷനിൽ നിന്ന് പിക്ക് ചെയ്യുക ആൻസർ. എന്നാൽ എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ ചെയ്യാൻ പറ്റും, അത് പറ്റത്തില്ല. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഓപ്ഷനിൽ പിക്ക് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് തന്നെ ചെയ്യേണ്ടി വരും. ചില ക്വസ്റ്റ്യനകത്ത് ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ചില ആൻസേഴ്സ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഓരോ ക്വസ്റ്റ്യനും ഓരോ സ്മാർട്ട് വർക്കുകൾ നമ്മൾ അപ്ലൈ ചെയ്യാം.
മനസ്സിലായി? അപ്പോൾ ഓരോ ക്വസ്റ്റിനും നമ്മൾ എന്ത് ചെയ്യണം? സ്മാർട്ട് വർക്ക്. അത് ക്വസ്റ്റിൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? സ്മാർട്ട് വർക്ക് മാറ്റിക്കൊണ്ടിരിക്കണം. അതായത് നമുക്ക് ഈ പറയുന്ന റൂട്ട്സും അല്ലെങ്കിൽ റാഷണലും തമ്മിൽ ബന്ധമൊന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലില്ല, NCERTയുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. നമ്മൾ ആദ്യം തന്നെ ഓർത്തിരിക്കുക, NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഈ പറയുന്ന പോലെ എത്ര പഠിച്ചെന്ന് പറയും, പഠിക്കണമെന്നല്ല പറയും, നമ്മൾ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ അത് മാത്രം പഠിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല, ഈവൻ പാസ്സാകാൻ തന്നെ പ്രയാസമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് കോമ്പീറ്റൻസി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? ഈ പറയുന്ന പോലെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ ഇട്ട ആൾക്കറിയാം ഇത് കറക്റ്റ് എന്താണ്, ഇതൊരു കോമ്പീറ്റൻസി, ഇത് ഓപ്ഷനിൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ എപ്പോഴും ആദ്യം ഓർക്കുക, നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ ഈ പറയുന്ന പേനയും പേപ്പർ അല്ലെങ്കിൽ പേന എടുത്തങ്ങ് ചെയ്തു പോവല്ല, അത് വെറും സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ആകുന്നുള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആ കോൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആക്കി മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്മാർട്ട് വർക്കുകൾ അപ്ലൈ ചെയ്യണം. ചിലപ്പം നമ്മൾ സ്റ്റഡീസിൽ എപ്പോഴും സ്മാർട്ട് വർക്ക് അപ്ലൈ ചെയ്യണം. പിന്നെ നമ്മൾ സ്മാർട്ട് വർക്ക് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ആ ക്വസ്റ്റ്യൻ കൈ കിട്ടുമ്പോൾ, നമ്മൾ ആ സെൻറ്ററിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ എക്സാം എഴുതുമ്പോഴാണ്. കണ്ടില്ലേ? ആ എക്സാം എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്മാർട്ട് വർക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന 10th ഒരു ക്വസ്റ്റ്യനാണ്. നമ്മളിപ്പം ഈ പറയുന്ന നമ്മുടെ ഒരു സ്ട്രാറ്റജി കാണിക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. പുതിയ സ്ട്രാറ്റജി വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം.